എന്ത് സംഭവിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഈ യാത്രയിൽ ഞാൻ വണ്ടി എടുത്ത് നേരെ കാട്ടിലേക്ക് കൂരാക്കൂരി ഇരുട്ടാട്ടോ. ശരിക്കും രണ്ട് ഭാഗത്തും കാട്. 9 മണി കഴിഞ്ഞാട്ട് കയറിയിട്ടേ ഉള്ളൂ. അന്നപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോണത്. ഓ പേടിയാണ്. ആനൻ്റെ സൗണ്ടാണ് തോന്നുന്നത്. ടൈഗറിൻ്റെ ഒരു അറ്റാക്കുള്ള ശ്രമമാണോന്നറിയില്ല. മാനുകളൊക്കെ ധൃതി പിടിച്ച് ഞാൻ റോഡ് ക്രോസ് ചെയ്ത്, അതായത് കാടിൻ്റെ ഉള്ളിലൊക്കെ കയറിയപ്പോഴുള്ള ഒരവസ്ഥ കേട്ടോ. അതുപോലെ തന്നെ ഏത് നിമിഷവും ഒരു അറ്റാക്കിങ് പ്രതീക്ഷിക്കുക എന്നാണ്. കാരണം അത് ടൈഗറിൻ്റെ കാൽപ്പാടുകളൊക്കെ ഞങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കൂസലാക്കാതെ നമ്മളെ പുള്ളിമാനുകൾ ധാരാളം ഇവിടെ നിന്ന് പിന്നെ പുല്ല് തിന്നെടുക്കുക. ശരിക്കും അത്ഭുതപ്പെടുന്ന കാഴ്ച തന്നെ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഇങ്ങോട്ട് കാടിൻ്റെ ഉള്ളിൽ കൂടി തന്നെയുള്ള യാത്രകളാണ്. അതായത് ട്രക്കിങ്ങിലാണ്, വണ്ടിൻ്റെ ഉള്ളിലാണുള്ളത്. അവിടെ നിന്ന് രണ്ട് സൈഡിൽ നിന്നും ഏത് നിമിഷവും ഒരു അറ്റാക്കിങ്ങുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ ടൈഗറിൻ്റെ ഇറങ്ങുന്ന ആ ഭാഗത്തുകൂടിയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പേടിപ്പെടുത്തുന്നൊരു യാത്ര തന്നെയാണ്. അന്നപ്പം മറ്റൊരു കാഴ്ച എന്ന് വെച്ചാൽ പുറത്തേക്ക് വന്നപ്പോൾ നമ്മളെ സിംഹവാലൻ കുരങ്ങില്ലേ, നമ്മളെ ഹനുമാൻ കുരങ്ങ്, നമ്മളെ പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ തിരുവനന്തപുരത്ത് ചാടിപ്പോയി. ഇവനെ ആൾ കണ്ടാലൊരു അപ്പൂപ്പനെ പോലാണെങ്കിൽ പക്ഷേ കുറച്ച് വികൃതിയാണ്. ഇതാ ശരിക്കും ഞെട്ടി. ഇത് ഒരു തേങ്ങയൊക്കെ പൊളിച്ചെടുക്കട്ടോ ഈ വായ കൊണ്ട്. ഭീകരമായിട്ടുള്ളൊരു പല്ലുകൾ അല്ലേ. അതിലും മനോഹരമായിട്ടുള്ള കാഴ്ച പന്നിക്കൂട്ടങ്ങൾ. പിന്നെ കുറച്ചും കൂടി മുമ്പിലേക്ക് കാട് കൂടി തന്നെ പോകുമ്പോൾ അതാക്കുന്ന ക്രോസ് ചെയ്ത് പോകുന്ന മാനുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ ഉൾക്കാട്ടുകളിലൊക്കെ കാണാൻ കഴിയുന്നത് ശരിക്കും ഇതുപോലത്തെ ഒരുപാട് മാനിൻ്റെ കൂട്ടങ്ങളാണ്. കാരണം ടൈഗർ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. നേരത്തെ പറഞ്ഞ പോലെ ടൈഗറിൻ്റെ പാട് കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഡേഞ്ചർ പിടിച്ചൊരു യാത്ര തന്നെയാണ്. ഏത് നിമിഷവും ഒരു മാനുകളെ അറ്റാക്കിങ് നടത്താനുള്ള ശ്രമങ്ങളുണ്ട്. പക്ഷേ എവിടെയും അറ്റാക്കിങ് കണ്ടില്ല. ടൈഗറിനെ പ്രതീക്ഷിച്ചാണ് പോകുന്നതെങ്കിലും. അപ്പോൾ ശരിക്കും എന്താ പറയുക, അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലെഫ്റ്റ് സൈഡിൽ മറ്റൊരു കൂട്ടം. എനിക്ക് ഓരോരോ കൂട്ടത്തിൽ 500 മാനുകളെങ്കിലും ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി മുമ്പോട്ടേക്ക് അതാ ഇവിടെ കണ്ടില്ലേ, അവൻ പറഞ്ഞത് വെച്ചാൽ ടൈഗർ ഇറങ്ങിയിട്ട് അതിൻ്റെ പാടൊക്കെ ഉണ്ടെന്നാണ്. അപ്പോൾ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടി പ്രകൃതിയുടെ ആസ്വദിച്ച് നടക്കാൻ അതിന് വേറൊരു വൈബ് തന്നെ. ശരിക്കും നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പൊക്കെ ആസ്വദിച്ച് കുലുങ്ങുന്നത് മറ്റൊന്നും കൊണ്ടല്ല, കാരണം ട്രക്കിംഗ് ആണ്, കുണ്ടും കുയിലും ചാടിയതിന്. അതിമനോഹരമായിട്ടുള്ളൊരു തായ്വാരം പോലത്തെ സ്ഥലങ്ങൾ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ അതിൽ സുന്ദരമായിട്ട് ഉള്ള റോഡും മരങ്ങളും, ഒരുപാട് മരങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാമെന്നാണ്. അപ്പോൾ ശരിക്കും ഞെട്ടിച്ചേച്ചാൽ ഒരു ആനയും ഒരു മക്കളും ശരിക്കും പെട്ടെന്നാണ് ഞങ്ങളെ കൺമുമ്പിലേക്ക് പെട്ട്. ശരിക്കും ഒരമ്മയുടെ സ്നേഹം എന്താണെന്ന് കാണുന്ന ഒരു വീഡിയോ തന്നെ. പക്ഷേ ഒരു ആനക്കൂട്ടത്തിൽ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു അമ്മയാന്, ഒരു കുട്ടിയാന്, വേറെയും കുറേ ആനകളുണ്ട് കേട്ടോ. ആനകൾ ഞാൻ പറഞ്ഞില്ല ഇതിനു മുമ്പ് പറയുമ്പോൾ ചെവിയാട്ടം നിന്നാൽ അവിടെ നിൽക്കരുത്, ഏത് നിമിഷം ആക്രമിക്കപ്പെടും. ശരിക്കും ഞെട്ടി. ശരിക്കും ഒരൊറ്റ കൊമ്പൻ. കാരണം ഇവനാൾ കലിപ്പിലാട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു കാഴ്ച, കാരണം കാട്ടി. അപ്പോൾ ആ യാത്രകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പുറത്തേക്ക് വരിക കേട്ടോ. അതിമനോഹരമായിട്ടുള്ള മരങ്ങൾ, നല്ല പ്രകൃതി ഒരുക്കിയ റോഡുകൾ അല്ലേ, എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ ഞങ്ങൾ കാണാൻ നോക്കി. അപ്പോൾ കുറച്ചും കൂടി അങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെ. അപ്പോൾ റോഡാണെങ്കിൽ നമ്മളെ കേരളത്തിലെ റോഡ് മോഡലല്ല, നല്ല വിശാലമായിട്ട് പരന്നു കിടക്കുന്ന സ്ട്രൈറ്റ് റോഡാണ്. കുറച്ചും കൂടി